ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ദ ബ്രൂക്ക് സെറൈ എന്ന് പറയുന്ന കൊല്ലത്തുള്ള റിസോർട്ടിലേക്കാണ്. ഞങ്ങളിതൊരു 10 പേര് ചേർന്ന ഒരു പാക്കേജ് എടുത്താണ് വന്നിരിക്കുന്നത്. പ്രീ ബുക്ക് ചെയ്താണ് ഞങ്ങൾ ഈ പാക്കേജ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ട് വശമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് നേരെ റൂമിലേക്കാണ് പോയത്. റൂമിൽ ചെന്ന് ഞങ്ങളൊന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം ഞങ്ങൾ ഒരുമിച്ച് പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങി അവിടെ പോയി ഞങ്ങൾ പ്രോപ്പർട്ടീസൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ബാക്ക് സൈഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കാണാൻ. മസ്റ്റ് വാച്ചാണ്. പിന്നെ അവിടെ നമുക്ക് ഫസ്റ്റ് നമ്മളെ ബോട്ടിങ്ങിനാണ് കൊണ്ടുപോയത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങൾ ബോട്ടിൽ കയറി എൻജോയ് ഉള്ള ഒരു ത്രില്ലായിരുന്നു. ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. ബോട്ടിലിരുന്ന് മുമ്പോട്ട് പോകുന്നതോറും തന്നെ കാഴ്ച കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഈ പ്ലേസ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ബ്യൂട്ടിഫുൾ ആണ് ഇതൊക്കെ. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ വളരെ മനോഹരമായിട്ടുള്ള പ്ലേസ് ആണ്. ഞങ്ങൾ ഉച്ചയോട് അടുപ്പിച്ചാണ് ഈ ബോട്ടിങ്ങിന് പോയത്. എങ്കിലും നല്ല വെയിലൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഈ ബോട്ടിംഗ് എന്ന് പറയുന്നത്. യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണിത്. നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ നമ്മൾ ബോട്ടിൽ ഇരുന്നുകൊണ്ടുള്ള ആ ഒരു മനോഹാരിത, ആ നല്ലൊരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ടില്ല വെള്ളത്തിന്റെ ഒരു നിറം എന്ന് പറഞ്ഞാൽ നല്ല ബ്ലൂ കളറായിരുന്നു വെള്ളം. അടിപൊളിയായിരുന്നു കാണാൻ. നമുക്ക് ആ ബോട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ വ്യൂ എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മളെ ഒരു ഡ്രീം ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന കണ്ടൽക്കാടുകളുടെ ആ ഒരു എൻട്രി പോയിന്റിലാണ്. അവിടെ എത്തിയപ്പോഴേക്കും പല റിസോർട്ടുകളുടെയും കയക്കും ബോട്ടുകളും കുറെ ആൾക്കാരൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റി. ഫൈനലി നമ്മളിപ്പോൾ കണ്ടൽക്കാടിന്റെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ അകത്തൂടെയാണ് നമ്മളിപ്പോൾ ബോട്ടിൽ പൊക്കോണ്ടിരിക്കുന്നത്. അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ ടൈം ഞങ്ങൾ അതിനുള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ അവിടെ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നേരെ റിസോർട്ടിലോട്ട് പോവുകയാണ്. അവിടെ ഇനി നമുക്ക് വേണ്ടി ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്ന് റിസോർട്ടിന്റെ തന്നെ സ്വിമ്മിംഗ് പൂളിൽ ഞങ്ങൾ കുളിക്കുകയും ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് പിന്നെ വോളിബോൾ കളിക്കുകയും ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമുക്ക് ലഞ്ചിനുള്ള ടൈമായി. പിന്നെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുഡ് നമുക്കൊരു ആവറേജ് ആയിട്ട് ഇതാണ് തോന്നിയത്. ഒരുപാടൊന്നും ഫുഡിനെ കുറിച്ച് പറയാനില്ലായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് പിന്നെ പാട്ടൊക്കെ പാടി. അപ്പൊ ഞാനും ഒരു ചെറിയ പാട്ടൊക്കെ പാടി. അതിനുശേഷം ഈവനിങ് ആയപ്പോൾ നമുക്ക് പിന്നെ ഗെയിം സെഷൻ ആയിരുന്നു. ഒന്നിലേറെ ഗെയിംസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ സെലക്ട് ചെയ്തത് ക്രിക്കറ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ക്രിക്കറ്റ് ആയിരുന്നു ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ടൈം ക്രിക്കറ്റിനായിട്ട് സ്പെൻഡ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണിത്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ. എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.